ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സ്കൂൾ അയച്ചതിന് ശേഷം ഒന്ന് കുറച്ച് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താ പറയുക, നമ്മൾ തലേന്ന് രാത്രി തന്നെ ചപ്പാത്തിയും ചിക്കൻ മലായി കറി ഉണ്ടാക്കിയത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ. വേറെ ഒന്നും ഉണ്ടാക്കി. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഒരു മുട്ടയും ബനാനയും കൂടി അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവന് ഇടയിൽ വന്നിട്ട് ഇങ്ങനെ കഴിച്ചോളൂ കേട്ടോ മോന്. അപ്പോൾ അത് കാരണം പ്രശ്നമില്ല. അവനിപ്പം കുറച്ച് കഴിച്ചു, ബാക്കി പിന്നീട് വന്നിട്ട് കഴിച്ചോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി എൻ്റെ ക്ലീനിങ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കൗണ്ടർ ടേബിളൊക്കെ തുടക്കണം. പിന്നെ അപ്പോൾ ആ സമയം കൊണ്ട് മോനാണെങ്കിൽ ടോയ്സൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് അവൻ്റെ സ്ഥലത്ത്. അപ്പം പിന്നെ അവൻ ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് ഞാൻ വേഗം വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൗണ്ടർ ടേബിളൊക്കെ ഒന്ന് തുടച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി വേണം നമ്മൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ എഗ് റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. ബാസ്മതി റൈസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ പുറത്ത് നമ്മൾ കിച്ചൻ്റെ പുറത്തുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സൈഡിലാണ് വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഏരിയയിൽ ഒന്ന് അടിച്ചു വരാനുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാണ്. ഇന്ന് മോൻ്റെ സ്കൂളിൽ ഓപ്പൺ ഹൗസ് ഉണ്ട്. മൂത്താളുടെ ഓപ്പൺ ഹൗസ് ഇന്നാണ്. അപ്പോൾ അവനിപ്പോൾ ഇനി നെക്സ്റ്റ് 8th അതിൻ്റേതായിട്ടുള്ള മീറ്റിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പേര് CBSEന്ന് കേരള ബോർഡിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് ഇന്ന് അവിടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ പോകാനുണ്ട്. 2:30 മണിക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ വരുന്ന സമയത്താണ് മീറ്റിങ്ങും വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ചു കൊടുത്തതിനാൽ അവരെടുത്തത് കഴിച്ചോളും. അപ്പം പിന്നെ ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ആടിനെ ഒന്ന് ഇറക്കാനുണ്ട്. അപ്പം ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് ആടിനെ ഇറക്കാനും ലേറ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പോയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ആടിനുമായിട്ടുള്ള ഫുഡ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ അതിന് ഇഷ്ടമാണ്. അവിടെ പ്ലാവിൻ്റെ എല്ലാം അത്യാവശ്യം വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പം രാവിലെ ആറിയിട്ട ഡ്രസ്സുകളൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ അതും കൂടി എടുത്തിട്ട് വെക്കുകയാണ്. ഇനിയിപ്പം മുറ്റം ക്ലീൻ ചെയ്യാൻ ഇവിടെ പുറത്ത് ക്ലീൻ ചെയ്യാനുള്ള ടൈമില്ല കേട്ടോ ഇന്ന്. അതും കൂടി ചെയ്യാൻ തന്നാൽ ലേറ്റ് ആവും മീറ്റിങ്ങിന്. പിന്നെ അതുപോലെ നല്ല വെയിലും ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. ഇനിയിപ്പം വേഗം പോയിട്ട് ആ റൈസ് ഒന്ന് സെറ്റ് ചെയ്യണം. മക്കൾ വരുമ്പോഴത്തേക്ക് ലഞ്ച് റെഡി ആയിരിക്കുമല്ലോ. അപ്പം എനിക്കും മോനിക്കും കഴിച്ചിട്ട് തന്നെ പോവാം. അപ്പോൾ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.